ഹലോ ഗൈസ്, ഇത് കണ്ടോ ഞങ്ങളുടെ സ്ട്രോബെറി അങ്ങനെ പൂത്ത് തളിർത്ത് കായ്ച്ച് പഴുത്തങ്ങനെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കുഞ്ഞു തൈ ഞങ്ങൾ പുറത്തുനിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ആ തൈ നട്ട് അതിൽ നിന്ന് കുറേ സ്ട്രോബെറിയൊക്കെ ഉണ്ടായി. പിന്നെ ആ ഒരു മദർ പ്ലാന്റിൽ നിന്ന് ഇപ്പോൾ ഒരു 10-12 ചട്ടിയിലേക്ക് ഞങ്ങൾ തൈകൾ മാറ്റി മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അടിപൊളി ഏർപ്പാടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ പെട്ടെന്ന് കൈഫലം ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് ഈ സ്ട്രോബെറി എന്ന് പറയുന്നത്. എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. പലപ്പോഴും ഉണ്ടായപ്പോൾ നമുക്ക് പഴുത്ത് നിന്നിട്ട് കിട്ടാത്ത അവസ്ഥയായിട്ടുണ്ട്. കിളികളൊക്കെ കുത്തിപ്പോവേ. ഈ ചൂട്ടൻ എന്നും പഴുത്തോ എന്ന് ഇത് വന്ന് നോക്കും, പക്ഷെ അവൻ ഇടയ്ക്കൊന്നും കിട്ടാറില്ല. അങ്ങനെ ഫൈനലി ഈ വർഷത്തെ ആദ്യത്തെ സ്ട്രോബെറി പിച്ചു കഴിക്കാൻ പോകുന്നിട്ട് അവൻ മൂത്ത് നിൽക്കുകയാണ്. അങ്ങനെ കുട്ടി കൊതിയോടെ കഴിച്ച അവൻ്റെ വിചാരം നല്ല തേൻ മധുരമാണ് ഈ സ്ട്രോബെറിക്കുന്ന കേട്ടോ. പക്ഷേ ഒരു ചെറിയ പുളിപ്പുണ്ടാവുമല്ലോ സ്ട്രോബെറിക്ക്. കുട്ടിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അവൻ പ്രതീക്ഷിച്ച ഒരു ടേസ്റ്റും ആയിരുന്നില്ല. അങ്ങനെ പക്ഷേ ശരിക്കും എനിക്ക് തോന്നുന്നു ഈ സ്ട്രോബെറിക്ക് ഒരു ചെറിയ പുളിപ്പ് തന്നെയാണല്ലേ. പക്ഷേ വലിയ കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഒരിതാണ്. ഇതിപ്പോൾ അത് പറിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ബാക്കി കായ്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഒന്ന് പറിക്കുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് പറിച്ച് അടുത്തത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് അത്യാവശ്യം ഒരു കൊതി തോന്നുമ്പോൾ ഒന്ന് കഴിക്കാനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ